ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രേവതിരെ സച്ചിൻ്റെ നാളത്തെ സൂപ്പർ പ്രമുഖ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ സച്ചിനും രേവതിനും പ്രമുഖ വിശേഷത്തിലേക്ക് പോകുമ്പോൾ രസകരമാകുന്ന ചില നിമിഷങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കലാപതി അമ്മ എത്തിയതോടുകൂടി, മുത്തശ്ശി എത്തിയതോടുകൂടി നമ്മുടെ ശ്രുതിയുടെ കട്ടയം പടം മടങ്ങുന്ന ഒരു തുടക്ക ദിവസമാണ് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ, നമ്മുടെ ശ്രുതിയെയും മുത്തശ്ശി ചെന്ന് കുത്തി എഴുന്നേൽപ്പിക്കുക. എന്നിട്ട് രാവിലെ തന്നെ പോയി കുളിച്ചിട്ട് വന്ന് കോലം വരയ്ക്ക് രേവതി മോളെ എന്ന് പറഞ്ഞ് സ്നേഹം അഭിനയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയെ കൊണ്ട് കോലം വരപ്പിക്കുവാനും രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ കുളിച്ച് വീട്ടിലെ സകല ജോലിയും ഏൽപ്പിക്കുവാനുള്ള മുത്തശ്ശിയുടെ തന്ത്രപരമാകുന്ന നീക്കങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം കാണുന്നത്. അങ്ങനെ നാളെ അത് പ്രാവർത്തികമാകുന്നൊരു ദിവസം കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ രേവതി ആ കിടക്കപ്പായിൽ എഴുന്നേൽക്കുന്ന ഒരു ഭാഗമാണ്. മനസ്സിൽ നിറച്ച് പ്രാക്കും ചീത്തയുമായിട്ടാണ് നമ്മുടെ ശ്രുതി എഴുന്നേറ്റ് അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയെ കുത്തി എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുകയാണ്, അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ, അവൻ ജോലിക്ക് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് അവൻ അവിടെ കിടക്കട്ടെ, നീ രാവിലെ വന്ന് കുളിച്ച് ഒരുങ്ങി ആദ്യം കോലം വരയ്ക്കാം, ആ കോലം വരച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി ശ്രുതിയെ കുത്തി എഴുന്നേൽപ്പിച്ച് അങ്ങനെ മുത്തശ്ശിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ നമ്മുടെ ശ്രുതി പോയി കുളിച്ചൊരുങ്ങി ടിപ്പ് ടോപ്പായിട്ട്, അല്ലെങ്കിൽ രാവിലെ രേവതി എന്നും വരുന്നത് പോലെ ശ്രുതി വന്ന് കോലം വരയ്ക്കുക. കോലം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര കോലം തന്നെയാണ് കേട്ടോ. കോലം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ശ്രുതി വരച്ചപ്പോൾ. ഇതുവരെയും ചെയ്യാത്ത പരിപാടിയാണല്ലോ. എന്നാലും സാരമില്ല, ഇവളെ കൊണ്ട് കോലം വരപ്പിച്ചിട്ടേ കാര്യമുള്ളെന്ന് നമ്മുടെ മുത്തശ്ശിയും തീരുമാനിച്ചു. അങ്ങനെ കോലം വര എന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര കോലം വര നമ്മുടെ മുത്തശ്ശി രേവതിക്ക് കൊടുക്കുക. രേവതിയല്ല, ശ്രുതിക്ക് കൊടുക്കുക. അങ്ങനെ ശ്രുതി ഒരു വിധത്തിൽ കോലം ആക്കി കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും ശ്രുതിയും കൂടെ കോലം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി ഇറങ്ങി വരുന്നത്. സച്ചി വന്ന് ഇറങ്ങി വന്നപ്പോൾ ഇതാണ്ട് ശ്രുതി എന്ന് കോലം വരയ്ക്കുന്നത്. സച്ചിക്ക് എന്താ സംഭവിച്ചത്? സച്ചി തന്നെയാണോ അവിടെ നിൽക്കുന്ന പോലും തോന്നിക്കുന്ന ചില നിമിഷങ്ങളാണ്. കാരണം ഇതുവരെയും നടക്കില്ല എന്ന് കരുതിയ സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രുതിയെ കൊണ്ട് കോലം വരപ്പിക്കുന്ന കാഴ്ച കണ്ട് സച്ചിക്ക് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയും അങ്ങനെ എല്ലാവരെയും വിളിച്ചറിയിക്കുകയും അങ്ങനെ എല്ലാവരും വന്ന് ശ്രുതിയുടെ കോലം വര കണ്ട് അതിശയിച്ച് നിൽക്കുകയും ഒടുവിൽ ശ്രുതി വളരെ ചമ്മലോടുകൂടി ഇട്ടിട്ട് പോകാൻ പറ്റുമോ, ചെയ്യാതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ നിൽക്കുന്ന ചമ്മലോട് കൂടി ഇരിക്കുന്ന ശ്രുതിനെ കാണാം. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി അവിടെ കൊണ്ട് നിന്ന് നിർത്തിയില്ല കേട്ടോ. അങ്ങനെ കോലം വര കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചായ ഇടാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരെയും ശ്രുതിയെ കൊണ്ട് അടുക്കളയിൽ കയറ്റിച്ച് അടുക്കളയിൽ ചെന്ന് ശ്രുതി എല്ലാവർക്കും ചായ ഉണ്ടാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ ശ്രുതിയെയും നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ. അങ്ങനെ ചായയുമായിട്ട് എത്തുന്ന ശ്രുതിയെയും കോലം വരയ്ക്കുന്ന ശ്രുതിയെയൊക്കെ കണ്ട് സച്ചിക്കും രവീന്ദ്രനൊക്കെ അതിശയമുണ്ടാകുകയും, എന്നാൽ മുത്തശ്ശി കൊടുക്കുന്ന പണിയാണ് ഇതെന്ന് മനസ്സിലാക്കുന്ന സച്ചിയും രവീന്ദ്രനും ഒടുവിൽ സച്ചി ചോദിക്കുകയാണ്, രേവതിയോട് പറയുക, എൻ്റെ കയ്യിലൊന്ന് നുള്ളിക്കേ, ഇത് അത്ഭുതമാണോ അഥവാ സ്വപ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ രേവതി ഈ സച്ചിയുടെ കയ്യിലൊരു മുമ്പ് നല്ല വേദനിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് ഒറിജിനലാണ്, ഇത് സ്വപ്നമല്ലെന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുകയും ശ്രുതിയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു രസകരമാകുന്ന എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. എന്തായാലും നാളത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് ശ്രുതിക്കിട്ടുള്ള പണി തീരുന്നില്ല. നാളെ മുതൽ നമ്മുടെ മുത്തശ്ശിയുടെ പണി തുടങ്ങുകയാണ്. അങ്ങനെ ശ്രുതിനെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വേലക്കാരിക്ക് തുല്യമാക്കി മാറ്റുന്ന ഒരു നല്ല നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡ് മുതൽ കാണാം. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈവായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.